ഹായ് ഓൾ വെൽക്കം ടു ബുക്ക് ഔൾസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേക്സ്പിയറിൻ്റെ സോണറ്റ് നമ്പർ 55 ആണ്. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ സോണറ്റുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈറ്റിലൊന്നും ഉണ്ടാവാറില്ല. സോണറ്റിൻ്റെ ആദ്യത്തെ ഒരു ലൈൻ ഉണ്ടല്ലോ, അതാണ് ടൈറ്റിലായിട്ട് കാണുന്നത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് മുന്നേ ജീവിച്ച ആൾക്കാർ, ഏൻഷ്യൻ പീപ്പിളിനെ പറ്റിയിട്ടും മിഡീവൽ ടൈംസിലെ പീപ്പിളിനെ പറ്റിയിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻ എങ്ങനെ ഗ്യാദർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ടൈമിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽസ് എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയായിരുന്നു, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒന്നുകിൽ ത്രൂ ആർട്ടായിരിക്കും, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിരിക്കും, അല്ലേ? അവർ എഴുതി വെച്ചിരുന്ന ലിറ്ററേച്ചറിലൂടെയോ അല്ലെങ്കിൽ പെയിൻറ്റിങ്സിലൂടെയോ, കേവ് പെയിൻറ്റിങ്സ് ഒക്കെ കേട്ടില്ല അജന്ത എല്ലോറ ഗുഹകളിലെ, അതുവഴിയോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ വഴിയോ ഒക്കെ ആയിരിക്കും നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ആർട്ടിനും ലിറ്ററേച്ചറും ഇറ്റേണലാണ്, ഒരു പെർമനൻറ്റ് നേച്ചറുണ്ട്. അത് എല്ലാ കാലവും ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അതല്ലാതെ ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി, ചില ബിൽഡിങ് ഒരുപാട് വർഷം സർവൈവ് ചെയ്യും കേട്ടോ. അങ്ങനല്ല, ചിലപ്പോൾ നമ്മളുടെ വീടൊക്കെ ആണെങ്കിൽ ഒരു 50 years ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ അത് നിൽക്കണം എന്നുണ്ടോ? ഇല്ല, നശിച്ചു പോകും, അല്ലേ? പക്ഷേ ലിറ്ററേച്ചർ ആകുമ്പോൾ അത് എന്നും അവിടെ തന്നെ നിലനിൽക്കും. ഇപ്പോൾ പേപ്പർ കത്തിപ്പോയാലും ആൾക്കാരുടെ മനസ്സിലൂടെ എങ്കിലും അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരും. പഴയ സ്റ്റോറീസൊക്കെ ഓറലി അല്ലേ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്, ആ സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ എന്നും എറ്റേണലാണ്. അപ്പോൾ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്ട് അതെന്നും എറ്റേണലാണ്, പെർമനൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു സോണറ്റാണ് സോണറ്റ് നമ്പർ 55 എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ സോണറ്റിൻ്റെ ഒരു മിയർ അനാലിസിസ് മാത്രം എഴുതി വെക്കരുത്. പകരം നമ്മൾ അതും ബാക്കിയുള്ള ഇതുപോലുള്ള വർക്ക്സുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു സോണറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് വർക്ക്സ് ഞാൻ പറഞ്ഞുതരാം. സോണറ്റ് 18, ഷേക്സ്പിയറിൻ്റെ തന്നെ സോണറ്റ് നമ്പർ 18 ഉണ്ട്. അതുപോലെ PB വൈശി ഷെല്ലിയുടെ ഓസിമാൻജിയാസ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. പിന്നെ നമ്മുടെ കീറ്റ്സിൻ്റെ ഓഡ് ടു അ ഗ്രേഷ്യൻ അൺ എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. പിന്നെ ടു ഹിസ് കോയ് മിസ്ട്രസ് ബൈ ആൻഡ്രൂ മാർവൽ. ഈ വർക്ക്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, പോയി കണ്ടു നോക്കുക കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി, എസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രം മതി. 4 മാർക്സിനും 2 മാർക്സിനൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, എക്ക് വേണ്ടി മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സോണറ്റിലേക്ക് പോവാം. ആദ്യം ഷേക്സ്പിയറിനെ പറ്റി അറിയാതിരിക്കും, ഞാൻ ഡിസ്ക്രൈബ് ചെയ്യണോ? ഭയങ്കര ലെങ്തി ആയിപ്പോൾ. വേറൊരു വീഡിയോ കൊടുത്തേക്കാം, അദ്ദേഹത്തെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ സോണത്തിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ്. ആ ഒരു വീഡിയോ കൊടുത്തേക്കാം, അത് ജസ്റ്റ് കേട്ട് നോക്കിയാൽ മതി. എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഷേക്സ്പിയറിയൻ സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 ലൈൻസ് ഉണ്ടായിരിക്കും, അയാംബിക് പെൻഡാമീറ്ററിലായിരിക്കും. ഇനി ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ തീംസ് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് ലവ്, ബ്യൂട്ടി, ടൈം ആൻഡ് മോർട്ടാലിറ്റി, നേച്ചർ ഒക്കെയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സീക്വൻസ് ഉണ്ടല്ലോ, അത് പ്രധാനമായിട്ടും 2 സീക്വൻസ് ആണ്, അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന 2 പേർക്കാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഫെയർ യൂത്ത്. സോണറ്റ് നമ്പർ 1 to 126 are dedicated to ഫെയർ യൂത്ത്. നമുക്കറിയില്ല ആരാണെന്ന്, നമുക്കറിയത്തില്ല. നെക്സ്റ്റ് ഡാർക്ക് ലേഡി. സോണറ്റ് നമ്പർ 127 to 154 are dedicated to ഡാർക്ക് ലേഡി. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സോണറ്റ് നമ്പർ 55 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സോണറ്റ് നമ്പർ 18 ഒക്കെ ആയിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്ത് എഴുതി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സോണറ്റിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ ഓർ ആർട്ട്. ആ ഒരു പെർമനൻറ്റ് നേച്ചറാണ് കാണിച്ചു തരുന്നത്, എറ്റേണിറ്റി, മോർട്ടാലിറ്റി ഒക്കെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻസ് നോക്കാം. നോട്ട് മാർബിൾ നോർ ദ ഗിൽഡഡ് മോണുമെൻറ്റ്സ് ഓഫ് പ്രിൻസ് ഷാൽ ഔട്ട്ലൈവ് ദിസ് പവർഫുൾ റൈം. അതായത് നമ്മൾ ഭയങ്കര മാർബിൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ മോണുമെൻറ്റ്സ് ഒക്കെ ഗോൾഡ് ഡെക്കറേറ്റഡ് ആയിട്ട് ചെയ്താൽ പോലും ഒരിക്കലും ഈ ഒരു പോം ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ അത്ര അത് നിൽക്കില്ല. ടൈം എന്ന് പറയുമ്പോൾ ടൈം വിൽ ക്രഷസ് ദീസ് ബിഗ് ബിൽഡിങ്സ് ഇൻറ്റു ആൻ ആഷ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ മോണുമെൻറ്റ്സ് ഒന്നും അത്ര സർവൈവ് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മുടെ പവർഫുൾ റൈം അത് ഉറപ്പായിട്ടും സർവൈവ് ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ ആണെങ്കിലും നളന്ദ യൂണിവേഴ്സിറ്റി, തക്ഷില യൂണിവേഴ്സിറ്റി ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നമുക്കറിയാം, അങ്ങനെ കുറേ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദോസ് വേ വെരി പ്രോമിനൻറ്റ് ഡ്യൂറിങ് ദോസ് ഏജസ്. ബട്ട് അതിപ്പോൾ ഉണ്ടോ? അത് സർവൈവ് ചെയ്തോ? ഇല്ല, അത് നശിച്ചു പോയി. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് 2000 വരെ അഫ്ഗാനിസ്ഥാനിലെ ബാബറിൽ ഒരു വലിയ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ബട്ട് 2001 നമ്മുടെ താലിബാൻ അവിടെ ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും ഒറ്റയടിക്ക് അത് റോക്കറ്റ് മിസൈൽ വെച്ചിട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതിപ്പോൾ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്രത്തോളം വലിയ സ്റ്റാറ്റ്യൂസോ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സ് ഉണ്ടാക്കിയാലും അത് ജസ്റ്റ് ഒരു മൊമെൻറ്റ് ഓഫ് ടൈം മതി നശിച്ചു പോകാൻ വേണ്ടിയിട്ട്. ബട്ട് നമ്മുടെ പോം അതങ്ങനല്ല, റൈം അങ്ങനല്ല, അത് എക്കാലവും നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ ഉണ്ണിയാർച്ചയുടെ കഥകളും അങ്ങനെയുള്ള കുറേ ജാതക കഥകളൊക്കെ ഇല്ലേ, പഞ്ചതന്ത്ര കഥകൾ, ഈ പുരാണ രാമായണ മഹാഭാരതയൊക്കെ ഇതുപോലെ ഓറലിയൊക്കെ വന്നതാണ്. അതല്ലാതെ
അതിന് ഇപ്പം ഒരു രാമായണമൊക്കെ ആണെങ്കിൽ ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. അതിനൊക്കെ വളരെ മുമ്പ്. അല്ലെങ്കിൽ നമ്മുടെ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം, അത് 1600 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈവൻ നമ്മുടെ ഷേക്സ്പിയർ ജനിച്ചിട്ട് പോലുമില്ല. അന്ന് ആ ടൈമിൽ എഴുതപ്പെട്ട വർക്ക്സ് നമ്മളിപ്പോഴും മേഘദൂതവും അഭിജ്ഞാന ശാകുന്തളവും ഒക്കെ നമുക്കറിയാം, നമ്മളത് വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഒരു ലിറ്ററേച്ചറിൻ്റെ ആ ഒരു പവറാണ്, ആ ഒരു പെർമനൻറ്റ് നേച്ചറാണ്. But you shall shining more bright in these contents than unswept stone besmirred with sluttish time. ഈ ഒരു ലൈൻസിൽ അദ്ദേഹം ചൈമിനെ റെഫർ ചെയ്യുന്നത് സ്ലട്ടിഷ് എന്നാണ്. സ്ലട്ട് എന്നൊക്കെ പറയില്ലേ, അതായത് എന്തോ ഭയങ്കര ഡോട്ടി അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത എന്തോ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചൈമിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൈം എപ്പോഴും പൊക്കോണ്ടേയിരിക്കും, ആരുമായിട്ട് ലോയൽ അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ ചാം ബ്യൂട്ടിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ പ്രിൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിൽഡിങ്സും ഒക്കെ എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോവാം എന്ന് പറയുന്നു. എല്ലാ കാലവും നമ്മൾ ഓർമ്മിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വലിയ ബിൽഡിങ്സും സ്റ്റാച്യൂസും ഒക്കെ ഉണ്ടാക്കി വെക്കും, മോണുമെന്റ്സും ഒക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷേ ടൈം ചതിക്കും, അത് സ്ലട്ടിഷ് ടൈമാണ്. നമുക്ക് നമ്മളോട് ലോയലൊന്നും ആയിരിക്കില്ല. പാസേജ് ഓഫ് ടൈം അനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റങ്ങളും ഉണ്ടാവും. പക്ഷേ യു ഷാൾ ഷൈൻ മോർ ബ്രൈറ്റ്. അപ്പം ആര് ഷൈൻ ചെയ്യും? പോം കേട്ടോ, പോം ഷൈൻ ചെയ്യും, മറ്റെന്തിനെക്കാട്ടിയും ഷൈൻ ചെയ്യും. ഒരിക്കലും പാസേജ് ഓഫ് ടൈം എന്തിനു ബാധിക്കില്ല, ഈ പോയട്രിയെ ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. വെൻ വേസ്റ്റ്ഫുൾ വാഷ് ആർ സ്റ്റാറ്റ്യൂസ് ഓവർടേൺ ആൻഡ് ബ്രോ ഇറ്റ്സ് ഫ്രൂട്ട് ഔട്ട് ഓഫ് ദ വർക്ക് ഓഫ് മാസ്റ്ററി, nor mass his sword nor war's quick fire shall burn the living record of your memory. അതായത് ഒരു വലിയ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു വോർ സംഭവിച്ചു എന്ന് വെച്ചോ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോണമെന്റ്സ് ഒക്കെ എന്താവും? തകർന്ന തരിപ്പണമാവും അല്ലേ. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ആണെങ്കിലും ഒരുപാട് വലിയ വലിയ സ്റ്റാച്യൂസും ടെമ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുഗൾ ഇൻവേഷനൊക്കെ വന്നപ്പോഴത്തേക്കും അതെല്ലാം കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമരാവതി, കർണാടകയിലെ അമരാവതിയിൽ വലിയ ഒരു ബുദ്ധ ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അവിടുത്തെ പൊടി പോലും ഇല്ല. ഇൻ ദ കോഴ്സ് ഓഫ് ടൈം അതെന്തോ ഡിസ്ട്രക്റ്റഡ് ആയി പോയി, എന്തോ സംഭവിച്ചു പോയി, വാർ ടൈമിലായിരിക്കാം. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ബയോഗ്രഫി നിങ്ങൾ ഏതെങ്കിലും ഒരു പോയറ്റിക് വോയിസിൽ എഴുതി വെച്ചിരിക്കുമോ, അത് ഉറപ്പായിട്ടും ഔട്ട്ലിവ് ചെയ്യും, ഉറപ്പായിട്ടും എന്താണ് നിലനിൽക്കും എന്ന് പറയാണ്. ഒരു ഗോഡിൻ്റെ മാഴ്സ് ദേവനാണ്, ഒരു ഗോഡിൻ്റെ സ്വോർഡിനോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് വാറിനോ ആ ബയോഗ്രഫിയെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇത് ആർട്ടാണ്, അത് ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സോണറ്റ് എഴുതിയിരിക്കുന്നത് നമ്മുടെ പോയറ്റിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോയറ്റിൻ്റെ ഫ്രണ്ടിനോട് പറയാണ്, നമ്മുടെ ഷേക്സ്പിയർ പറയാണ്, നീ വെറുതെ നിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളെല്ലാ മനുഷ്യരും എല്ലാ കാലവും ഓർത്തിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ കോളേജിലൊക്കെ ആണെങ്കിലും ഡെസ്കിലും ബെഞ്ചിലും ഒക്കെ നമ്മുടെ പേരൊക്കെ എഴുതി വെക്കത്തില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ എഴുതി വെച്ചാൽ എത്ര നാൾ ഓർത്തിരിക്കും, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കെട്ടി വെച്ചാൽ എത്ര നാൾ ഓർത്തിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്, താജ്മഹലൊക്കെ എക്സെപ്ഷൻസ് ആണ്. പക്ഷേ വലിയൊരു ഭൂമി കുലുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ചിലപ്പോൾ അതിനും നാശം വന്നേക്കാം. പക്ഷേ നമ്മുടെ മുംതാസിനെ പറ്റിയിട്ടും ഷാജഹാനെ പറ്റിയിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വർക്ക്സ് ഒരിക്കലും നശിക്കില്ല. നമുക്ക് ആ സ്റ്റോറി അറിയാം, നമ്മുടെ മനസ്സിലും കാണും. അതിന് നമുക്ക് താജ്മഹൽ വരെ പോകണം, അവരെ കാണണമെന്ന് ഒരിക്കലും ഇല്ല. അപ്പം നമ്മുടെ പോയറ്റ് ഹി സേസ് ടു ഹിസ് ഫ്രണ്ട് ദാറ്റ് യു ഷുഡ് റൈറ്റ് പോം. ആ ഒരു പോയറ്റിക് വേഴ്സിലൂടെ നിനക്ക് എക്കാലവും ജീവിച്ചിരിക്കാൻ പറ്റും, അതർ താൻ എന്ത് ഈ ഒരു ബിൽഡിങ്സും മോണുമെൻറ്റ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. Against death and all oblivious enmity shall you pace forth, your praise shall still find room, even in the eyes of all posterity that wear this world out to the ending doom. അതായത് ഇപ്പോൾ ഡെത്ത് ഉണ്ടായി, അല്ലെങ്കിൽ എനിമീസ് പ്രജുഡീസ് ഉണ്ടായി എങ്കിൽ പോലും, അതൊക്കെ ഉണ്ടായി, ഇപ്പം നീ ഇപ്പം ഭൂമിയിൽ നിന്ന് തന്നെ പോയി, തുടച്ചു നീക്കി എങ്കിൽ പോലും നിന്നെ ആൾക്കാർ പ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, നീ ആൾക്കാരുടെ മെമ്മറിയിൽ ജീവിക്കും എന്ന് പറയുന്നു. ഈവൻ എത്ര ജനറേഷൻ വന്നാലും അവർ നിന്നെ ഓർക്കും. അതായത് ഡൂംസ് ഡേ, അതായത് നമ്മൾ ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്നൊക്കെ പറയില്ലേ, അന്ന് പോലും ആൾക്കാരുടെ മനസ്സിൽ നീ അപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ദീസ് ലൈൻസ് ആർ അഡ്രസ്ഡ് ടു എ പ്രൈസ് വർത്തി ഫ്രണ്ട് ഓഫ് ദ പോയറ്റ്, ആൻഡ് വെൻ ദ പോയറ്റ് സേസ് ഒബ്ലിവിയസ് enmity, he means the enmity that makes one forget the values of life. ഇനി നമുക്ക് ലാസ്റ്റ് കപ്ലെറ്റ് നോക്കാം. So, till the judgment that yourself arise, you will live in this and dwell in lovers' eyes. ഓക്കെ, അത് ഇത് തന്നെയാണ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് പോലെ തന്നെയാണ്. ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരില്ലേ, ക്രിസ്ത്യൻ ബിലീഫിലുണ്ടല്ലോ അങ്ങനൊരു സംഭവം, ഫൈനൽ ജഡ്ജ്മെൻറ്റ്. ആ ഒരു ഡേ വരുമ്പോൾ പോലും നീ അവരുടെയൊക്കെ മനസ്സിൽ, ആ ഒരു ലവേഴ്സിൻ്റെയൊക്കെ ഐസിൽ നീ ഡെൽ ചെയ്തിരിക്കും എന്ന് പറയുന്നു. Till then, you will stay alive in the poet's works and the hearts of your admirers. The use of the word this in this line, you live in this, stands for the poet's voice that would keep his friend alive till doomsday.
Whereas the use of the phrase dwell in lover's eyes means that even after he is no more, he would live in the memory of his admirers. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പം കറൻ്റ്ലി നമ്മുടെ പോയറ്റ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേ, ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഡേ വരെ ഈ ഒരു വർക്കിലൂടെ നമ്മുടെ പോയറ്റ് ഓർമ്മിക്കപ്പെടും. അതായത് അത് വായിക്കുന്ന അഡ്മിറേഴ്സ് അവരുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ അവരുടെ മെമ്മറിയിലൂടെ എന്നും ഈ ഒരു പോയറ്റിൻ്റെ ഫ്രണ്ട് ഓർമ്മിക്കപ്പെടും എന്ന് പറയുന്നു. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി പോമൊക്കെ എഴുതി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്? On the day of judgment, when each individual will finally be given his due by God Almighty, he would rise along with the rest of the souls from his grave. നമ്മുടെ പോം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ പറ്റും. ഒരുപാട് വർക്ക്സുമായിട്ടും ഒരുപാട് ആൾക്കാരുമായിട്ടും നമുക്കിതിനെയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലപോലെ അങ്ങനെ എഴുതണം. ഇനി നമുക്ക് തീംസ് നോക്കാം. ഇപ്പം തന്നെ മനസ്സിലായല്ലോ, ചൈം. ചൈം എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. കാരണം പാസേജ് ഓഫ് ടൈം അനുസരിച്ച് ആൾക്കാർ മറക്കപ്പെടും, വിസ്മരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അല്ല, ഓക്കെ, മറക്കും, ആൾക്കാരെല്ലാവരും മറക്കും. പക്ഷേ ത്രൂ ആർട്ട് ദേ ക്യാൻ ലീവ് ലോങ്ങർ. നെക്സ്റ്റ് നമുക്ക് ലവ് ആൻഡ് അഡ്മിറേഷൻ എഴുതാൻ പറ്റും. പിന്നെ ഡിസ്ട്രക്ഷൻ ആൻഡ് വാർ അതിൽ കാണിക്കുന്നുണ്ടല്ലേ. വാർ ഒക്കെ വരികയാണെങ്കിൽ എന്തുമാത്രം ഡിസ്ട്രക്ഷൻ ആയിരിക്കാം ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നും കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പോം. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.